ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും വലിയ കണ്ടന്റ് എന്ന് പറയുന്നത് ജാസ്മിന്റെ കുടുംബം ഷോയിലേക്ക് വന്നതായിരുന്നു. പ്രേക്ഷകർ പ്രതീക്ഷിച്ചതുപോലെ ബിഗ് ബോസിന് അകത്തും പുറത്തും ചർച്ചാ വിഷയമായ നിരവധി കണ്ടന്റുകൾ വീട്ടിലുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തങ്ങളെ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുവിടാൻ ജാസ്മിനുമായി വിവാഹമുറപ്പിച്ച അഫ്സൽ വന്നു എന്ന ഉപ്പയുടെ തുറന്നു പറച്ചിലായിരുന്നു. ഗബ്രിയുമായുള്ള വിഷയം വലിയ വിവാദമായതോടെ ജാസ്മിനുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണെന്ന് വ്യക്തമാക്കി അഫ്സൽ രംഗത്തെത്തുകയും ചെയ്തു. അങ്ങനെയുള്ള അഫ്സൽ എന്തിനാണ് ജാസ്മിന്റെ ഉപ്പയെയും ഉമ്മയെയും കൊണ്ടുവിടാൻ വിമാനത്താവളത്തിൽ എത്തിയതെന്നായി പ്രേക്ഷകരുടെ ചോദ്യം. ഇതെല്ലാം അഫ്സലും കൂടി ചേർന്നുകൊണ്ടുള്ള നാടകമാണെന്ന രീതിയിലും പ്രചാരണമുണ്ടായി. എന്നാൽ ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് അഫ്സൽ. ജാസ്മിന്റെ പിതാവ് പറഞ്ഞതുപോലെ താൻ വിമാനത്താവളത്തിലേക്ക് പോയിട്ടില്ലെന്നാണ് അഫ്സൽ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. അഫ്സലിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: യൂട്യൂബർമാർ, ഫാൻ ആർമികൾ, ബി പ്രേക്ഷകർ എന്നിവർക്കായി എന്റെ കുടുംബത്തെയും ബാധിക്കുന്നതിനാൽ ഈ വിഷയങ്ങളിൽ ഞാൻ പ്രതികരിച്ചിരുന്നില്ല. എന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കൂടുതൽ ചർച്ചകളിലേക്ക് നയിക്കുകയും അനാവശ്യമായി അതിലേക്ക് എന്നെയും വലിച്ചിഴക്കുകയും ചെയ്യും. എന്നാൽ കാര്യങ്ങൾ പരിധിക്കപ്പുറം മോശമാവുകയും ചിലർ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. സൈബർ ആക്രമണം നടത്തുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതുക, ഇല്ലാക്കഥകൾ പ്രചരിപ്പിക്കുക, സ്വഭാവഹത്യ ചെയ്യുക എന്നിവയൊന്നും ഇപ്പോൾ എന്നെ ബാധിക്കില്ല. 74 ദിവസങ്ങൾ പല കാരണങ്ങളാൽ ഞാൻ കഷ്ടപ്പെട്ടു. ശേഷിക്കുന്ന ദിനങ്ങളും എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. എന്റെ ജീവിതം പൂർണ്ണമായി തകർന്നിരിക്കുകയാണെന്നും നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്നും എനിക്കറിയാം. അടുത്ത 25 ദിവസത്തിനോ അതിൽ കുറവോ ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകാൻ പോവുകയാണെന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. എനിക്ക് കുടുംബമുണ്ട്, സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ എല്ലാവരെയും ഈ വിഡ്ഢിത്തത്തിലേക്ക് വലിച്ചിഴച്ചു. എന്ത് കാരണത്താലാണ്? മുമ്പ് ഞാൻ എന്റെ വികാരത്തെക്കുറിച്ചും എന്റെ പാർട്ണറുടെ പ്രസ്താവനകളും പ്രവൃത്തികളും എന്നെ എത്രത്തോളം ബാധിച്ചു എന്നതിനെക്കുറിച്ചും സംസാരിച്ചു. അതിനുപോലും ബുദ്ധിയില്ലാത്ത ചിലർ എന്നിൽ കുറ്റം കണ്ടെത്തുന്നു. ഇനി എന്ത് സംഭവിച്ചാലും സത്യം എല്ലാവരും അറിയണമെന്ന് മാത്രം. അതിനായി ഞാൻ കാത്തിരിക്കുകയാണ്. മത്സരാർത്ഥിയും ഞാനും മറ്റു ചിലരും മുൻകൂട്ടി ആസൂത്രണം ചെയ്ത നാടകമായിരുന്നു അതെല്ലാം എന്ന അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്ന എല്ലാവരോടുമായി ഞാൻ പറയുകയാണ്: ഞാൻ ആരെയും എയർപോർട്ടിൽ കൊണ്ടുവിട്ടിട്ടില്ല. ഈയിടെ ആരോടൊപ്പവും യാത്ര ചെയ്തിട്ടില്ല. ഞാൻ എന്റെ അമ്മയുടെ പേരിൽ സത്യം ചെയ്യുകയാണ്. ഞാൻ ഒരു മാസ്റ്റർ പ്ലാനിന്റെയും നാടകത്തിന്റെയും ഭാഗമല്ല. ആ മത്സരാർത്ഥി വിജയിച്ചാൽ ആ സമ്മാനത്തുകയിൽ നിന്ന് ഒരു പൈസ പോലും എനിക്ക് വേണ്ട. അവൾ ജയിച്ചാലും ഇതിനി എന്റെ നേട്ടമല്ല. എനിക്ക് എന്റെ ജോലിയുണ്ട്, എന്റെ സ്വന്തം സമ്പാദ്യമുണ്ട്. എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ അത് മാത്രം മതി. 3 മാസത്തെ ഷോയിൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തി കളിക്കുന്നവരുണ്ടാകും. എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നാണ് അഫ്സൽ പറയുന്നത്.